ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മാനേജ്മെന്റ് അല്ലെ, നെറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഏരിയാസ് ആയിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നെറ്റ് മാനേജ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ചധികം MCQs പരിചയപ്പെടുത്താനായിട്ടാണ്. നമുക്കറിയാം, നമ്മളൊരു കോളേജ് പ്രൊഫസർ ആകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒന്ന് തന്നെയാണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത്. നെറ്റ് എക്സാമിനെ സംബന്ധിച്ചുള്ള നെറ്റ് കൊമേഴ്സ് അല്ലെ നെറ്റ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും എക്സാമിന്റെ പാറ്റേൺ കുറച്ച് എന്തായിക്കൊണ്ടിരിക്കുകയാണ്, ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ ഓഫ് ആൾക്കാർ, ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ UGC എന്താണ് ഇപ്പം ആ ഒരു എക്സാമിന്റെ ആ ഒരു എന്താണ് ഇച്ചിരി അങ്ങോട്ട് കട്ടിയാക്കി അല്ലേ. അപ്പോൾ നമ്മൾ ആ കൃത്യമായിട്ട് ആ മാറിയ മാറ്റം ഒന്ന് മനസ്സിലാക്കി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നത് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇതിന്റെ ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. സ്റ്റേറ്റ്മെന്റ് 1 ആയിട്ട് വന്നേക്കുന്നത് പ്രൈം കോസ്റ്റ് ഇൻക്ലൂഡ്സ് only direct materials and direct labor. പ്രൈം കോസ്റ്റിനകത്ത് പ്രൈം കോസ്റ്റ് ഇൻക്ലൂഡ്സ് only ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് ലേബർ. നമ്മൾ ഓർക്കും, നേരാണല്ലോ, പ്രൈം കോസ്റ്റിനകത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ വരത്തുള്ളൂ. പക്ഷെ ഇവിടെ ഒള്ളി എന്നുള്ളൊരു വേർഡ് ചേർത്തിട്ട് പറയാണ് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും മാത്രമേ ഉള്ളത്. വേറൊരു കാര്യം കൂടി ഇല്ലേ, എന്തുകൂടി വരുന്നുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസും കൂടി വരുന്നില്ലേ. ഇനി അടുത്തത് നോക്കിയേ, കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് പ്ലസ് ഓവർ ഹെഡ്. ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസും ഓവർ ഹെഡുകളും കൂടി ആഡ് ചെയ്യുന്നതാണ് കൺവേർഷൻ കോസ്റ്റ് എന്നാണ് പറയുന്നത്. മക്കൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഒന്ന് പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. ബോത്ത് ആർ ട്രൂ ആണോ, ബോത്ത് ആർ ഫോൾസ് ആണോ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആണോ, ഒൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ ആണോ, ഏതാ മക്കളെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, ഒൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. അതായത് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടി ആഡ് ആകുന്നതാണ്. കൺവേർഷൻ കോസ്റ്റ് ശരിയാണ്, ഡയറക്റ്റ് വേജസിന്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസും ഓവർ ഹെഡുകളും കൂടി ആഡ് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് ലേബറിന്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസും ഓവർ ഹെഡും കൂടി ആഡ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്തതൊരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് പറഞ്ഞേക്കാണ്, കോസ്റ്റ് ഷീറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ബൈ ക്ലാസിഫൈങ് ദ വേരിയസ് എലമെന്റ്സ്. കോസ്റ്റ് ഷീറ്റ് ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാണ്, ഡിറ്റർമിനിങ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് വേരിയസ് കോസ്റ്റ് എലമെന്റ്സ്. ശരിയാ അല്ലേ. റീസൺ നോക്കിയേ, കോസ്റ്റ് ഷീറ്റ് ഇൻക്ലൂഡ്സ് only the direct cost incurred ആണോ, കോസ്റ്റ് ഷീറ്റിനകത്ത് only the direct cost incurred in the production പ്രോസസ്സിലുള്ള ഡയറക്റ്റ് കോസ്റ്റുകൾ മാത്രമാണോ, എക്സ്ക്ലൂഡ് ചെയ്യുകയാണോ ഇൻഡയറക്റ്റ് കോസ്റ്റ്? അല്ല. അപ്പൊ അത് റീസൺ തെറ്റാ അല്ലെ. അസേർഷൻ ട്രൂ ആണ്, റീസൺ എന്താണ്, തെറ്റാണ്. കോസ്റ്റ് ഷീറ്റ് കൺസിഡർ ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് ആയിട്ടുള്ളതും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകളെയും കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. സച്ച് ആസ് ദ ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എല്ലാം ഇതിന് വരുന്നുണ്ട്. അടുത്തതാണ്, കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കോസ്റ്റ് ഷീറ്റ്. Consider the following statement regarding cost sheet. A cost sheet record only a fixed cost and ignore the variable cost. A cost sheet record only, കോസ്റ്റ് ഷീറ്റിനകത്ത് only ഫിക്സഡ് കോസ്റ്റ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. വേരിയബിൾ കോസ്റ്റ് ഇഗ്നോർ ചെയ്യുകയാണോ? അല്ല, രണ്ടും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. തെറ്റാണ്. കോസ്റ്റ് ഷീറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോസ്റ്റ് ഷീറ്റ്. ശരിയാണ് അല്ലേ. നമ്മൾ കോസ്റ്റ് ഷീറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. എ കോസ്റ്റ് ഷീറ്റ് ഇൻക്ലൂഡ്സ് പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. അതും ശരിയാണ്. കോസ്റ്റ് ഷീറ്റിനകത്ത് നമുക്ക് പ്രൈം കോസ്റ്റും ഫാക്ടറി കോസ്റ്റും അതുപോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ടോട്ടൽ കോസ്റ്റും ഒക്കെ കാണാനായിട്ട് പറ്റും. ഇനി അടുത്താണ്, കോസ്റ്റ് ഷീറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്.
only for external financial reporting. external financial reporting വേണ്ടിയുള്ളതാണോ? ആണോ മക്കളെ? ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ നോക്കി, which of the following statement regarding the cost ഷീറ്റുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? ഏതെല്ലാമായിരുന്നു? 2ഉം 3ഉം മാത്രം അല്ലേ? 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. എ കോസ്റ്റ് ഷീറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ ആണല്ലോ, ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അതുകൊണ്ട് അതെന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് തെറ്റായി പോയി. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അടുത്ത് നോക്കിയേ, ഇറ്റ് നോട്ട് യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്. ഇത് ഇന്റേണൽ ആയിട്ടുള്ള കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അവിടെ സ്റ്റേറ്റ്മെന്റ് 4ഉം തെറ്റാണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ കോസ്റ്റ് ഷീറ്റ് ഈസ് ഇൻകറക്റ്റ്. കോസ്റ്റ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. It helps in cost control. It helps in cost control and cost reduction. ശരിയായിട്ടുള്ള അല്ലേ? അടുത്ത നോക്കിയേ, it is prepared at the year ended for the financial reporting purpose. ആണോ? ഇയർ എൻഡിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടി ഉള്ളതാണോ? അല്ല. അടുത്ത നോക്കിയേ, it provides the classification of various cost components. ശരിയാണ്. It helps in fixing the selling price of a product. ശരിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? അതായത് ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ഓൺലി അറ്റ് ദ ഇയർ എൻഡഡ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പർപ്പസ്. അല്ല, അത് തെറ്റാണ്. എ കോസ്റ്റ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് പീരിയോഡിക്കലി ആണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. മന്ത്ലി, ക്വാർട്ടർലി എക്സെട്ര ഫോർ ഇന്റേണൽ കോസ്റ്റ് കൺട്രോൾ ആൻഡ് നോട്ട് ജസ്റ്റ് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which of the following are considered the components of standard cost? Which of the following are components of standard cost? സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ കമ്പോണന്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്, സെയിൽസ് വോളിയം സ്റ്റാൻഡേർഡ്, ലേബർ സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ എന്താണ് ഓവർഹെഡ് സ്റ്റാൻഡേർഡ്. നമുക്കിവിടെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ കൺസിഡേർഡ് ദ കമ്പോണന്റ്സ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ കമ്പോണന്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്, ലേബർ സ്റ്റാൻഡേർഡ്, ഓവർഹെഡ് സ്റ്റാൻഡേർഡ്. സെയിൽസ് വോളിയം സ്റ്റാൻഡേർഡ് ഉണ്ടോ? ഇവിടെ ഏതാ ആൻസർ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ACD. അതായത് ഏതൊക്കെയാണ്? മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്, ലേബർ സ്റ്റാൻഡേർഡ്, ഓവർഹെഡ് സ്റ്റാൻഡേർഡ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് എന്താണ് പറഞ്ഞേക്കുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ പ്രൈസിംഗ് ഡിസിഷൻ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? പ്രൈസിംഗ് ഡിസിഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീസൺ പറഞ്ഞേക്കാണ്, ഇറ്റ് പ്രൊവൈഡ്സ് ദ ആക്യുറേറ്റ് ആക്ച്വൽ കോസ്റ്റ് ഡേറ്റ ഫോർ കൊട്ടേഷൻ പർപ്പസ്. അതായത് ഇതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആക്യുറേറ്റ് ആയിട്ടുള്ള ആക്ച്വൽ കോസ്റ്റ് ഡേറ്റ കിട്ടുന്നുണ്ട് കൊട്ടേഷൻ പർപ്പസിന് വേണ്ടി അല്ലെ? നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാറുണ്ട്? പ്രൈസ് കോട്ട് ചെയ്യാറില്ലേ? അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ? ആൻസർ ഏതാ വരുന്നോ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്. ഇവിടെ എന്തുകൊണ്ടാണ് ആർ ഫോൾസ് ആയിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് does helps in pricing decision but the actual data, ഇവിടെ നോക്കിയേ എന്താ പറഞ്ഞിരിക്കുന്നത്? ആക്യുറേറ്റ് ആക്ച്വൽ കോസ്റ്റ് ഡേറ്റ കിട്ടുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് അത് തെറ്റായി പോയത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് മെയിൻലി ഫോർ റെക്കോർഡിംഗ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് മെയിൻലി ഫോർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണോ? റെക്കോർഡിംഗ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അടുത്ത പറയുകയാണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എനേബിൾസ് ദ പെർഫോമൻസ് ഓഫ് ഇവാലുവേഷൻ ത്രൂ ദ വേരിയൻസ് അനാലിസിസ്. ഇവിടെ നോക്കിയേ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് മെയിൻലി ഫോർ റെക്കോർഡിംഗ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് റെക്കോർഡ് ചെയ്യാനാണോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്? നമ്മൾ എന്തിനാണ്? ഫ്യൂച്ചറിലേക്കുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയല്ലേ? അപ്പോൾ ശരിയാണെന്ന് നമുക്ക് ആലോചിക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എനേബിൾസ് ദ പെർഫോമൻസ് ഇവാലുവേഷൻ ത്രൂ ദ വേരിയസ് അനാലിസിസിലൂടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പറ്റുന്നുണ്ട്. ശരിയാണ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആർ മോർ ആക്യുറേറ്റ് ദാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിനെക്കാളും മോർ ആക്യുറേറ്റ് ആയിട്ടുള്ളത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അടുത്ത നോക്കിയാൽ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിംപ്ലിഫൈസ് ദ ഇൻവെന്ററി വാല്യുവേഷൻ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ത് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്? ഇൻവെന്ററി വാല്യുവേഷൻ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ ഏത് ആൻസർ വരുന്നത്? ഒന്ന് മാർക്ക് ചെയ്തേ. ഏതാ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ? ഓപ്ഷൻ ബി ആണല്ലേ. സ്റ്റേറ്റ്മെന്റ് 2 and 4 ആർ കറക്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ performance evaluation and simplify the accounting involves the inventory valuation. Statement 1 is incorrect. Actual costing, not standard costing, record the historical cost. The statement 3 is also false. Standard costs are more accurate than estimated cost.
അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ട്രൂ റിഗാർഡിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വേരിയൻസ് അനാലിസിസ്. വേരിയൻസ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ശരിയായിട്ടുള്ളത്, ട്രൂ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ഫേം, എയ്ഡ്സ് ഇൻ ഇംപ്രൂവിംഗ്, എയ്ഡ്സ് ഇൻ പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ്, facilitates the decision making for budget and pricing, helps in identify the areas needing for cost control. വളരെ സിമ്പിൾ. വേരിയൻസ് അനാലിസിസ് ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ? ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഏതാ ആൻസർ വരുന്നത്? പറഞ്ഞേ. ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ഫേം എന്നുള്ളത് ശരിയാണോ? ഇറ്റ്സ് ഇൻ പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? വേരിയൻസ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏതാ വരുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ഏതാ വരുന്നത്? ഓപ്ഷൻ ഏതാ? ബി സി ഡി അല്ലെ? ബി സി ഡി ഓപ്ഷൻ ബി അല്ലേ? അതായത് ഇവിടെ നോക്കിക്കേ, എന്താണ്? പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നതല്ലേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലെ വേരിയൻസ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട്. സി എന്താണ്? ഫെസിലിറ്റേറ്റ്സ് ദ ഡിസിഷൻ മേക്കിംഗ് ഫോർ ബഡ്ജറ്റ് ആൻഡ് പ്രൈസിംഗ്, ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈ ദ ഏരിയാസ് ഓഫ് നീഡിംഗ് ദ കോസ്റ്റ് കൺട്രോൾ. ഇവിടെ നോക്കിയേ, വേരിയൻസ് അനാലിസിസ് ഡസ് നോട്ട് ഡയറക്ട്ലി ഡിറ്റർമിൻ ദ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഡയറക്ട്ലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല വേരിയൻസ് അനാലിസിസ്. പക്ഷെ അതെന്താണ്? ക്രൂഷ്യൽ ആയിട്ടുള്ള റോളുകൾ നിർവഹിക്കുന്നുണ്ട്. അതായത് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, ഡിസിഷൻ മേക്കിങ്ങിന്, കോസ്റ്റ് കൺട്രോളിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത നോക്കിയ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് പറയുകയാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് മോർ സ്യൂട്ടബിൾ ഫോർ ടെൻഡേഴ്സ് ആൻഡ് കൊട്ടേഷൻസ്. ടെൻഡേഴ്സിനും കൊട്ടേഷൻസിനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത്? the estimated cost എന്ന് പറയുന്നത്. estimated cost are more suitable for tenders and quotations. And reason പറഞ്ഞേക്കാണ് estimated cost are based on the technical standards and ideal production efficiency. Estimated costs are based on technical standards and ideal production efficiency. ശരിയാണോ മക്കളെ? ആൻസർ പറഞ്ഞേ. ഏതാണ്? എസ്റ്റിമേറ്റഡ് കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആർ ബേസ്ഡ് ഓൺ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഐഡിയൽ പ്രൊഡക്ഷൻ എഫിഷ്യൻസി. ശരിയാണോ? ഇവിടെ ഓപ്ഷൻ സി ആണ് അല്ലെ? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ടെൻഡേഴ്സ് ആൻഡ് കൊട്ടേഷൻ എന്നുള്ളത് ശരിയാണ്. ബട്ട് ദേ ആർ നോട്ട് ബേസ്ഡ് ഓൺ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്. ദാറ്റ് ആർ ട്രൂ ഫോർ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിനാണ് ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ഐഡിയൽ സ്റ്റാൻഡേർഡ്സ് ആർ റിയലിസ്റ്റിക് ആൻഡ് അച്ചീവബിൾ അണ്ടർ നോർമൽ കണ്ടീഷൻ. ഐഡിയൽ സ്റ്റാൻഡേർഡ്സ് ആർ എന്താണ്? റിയലൈസബിൾ ആൻഡ് അച്ചീവബിൾ അണ്ടർ നോർമൽ കണ്ടീഷൻ. അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്സ് അലൗസ് ഫോർ നോർമൽ ഇൻഎഫിഷ്യൻസി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്താണ്, അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് എന്താണ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്സ് അലൗഡ് ദ നോർമൽ എഫിഷ്യൻസി. അടുത്ത നോക്കിയേ, fixed overhead volume standard arise due to the difference in production hours. ആണോ? The standard costing is more flexible than estimated costing. ആണോ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് മോർ ഫ്ലെക്സിബിൾ ദാൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റിംഗ്. ഏതാ ആൻസർ വരുന്നേ? വളരെ സിമ്പിൾ ആണ്. ഓപ്ഷൻ എ ആണോ? 1 4 ആണോ? അതോ 2 3 ആണോ? അതോ 2 4 ആണോ? അതോ 1 2 3 ആണോ? വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഏതൊക്കെയാ ട്രൂ ആയിട്ടുള്ളത്? വളരെ സിമ്പിൾ ആണ്. ഓപ്ഷൻ ബി ആണ് അല്ലെ? അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. ഐഡിയൽ സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് റിയലിസ്റ്റിക്, ദേ ആർ അസ്യൂംസ് പെർഫെക്ഷൻ അല്ലെ? അടുത്ത നോക്കിയ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ട്രൂ ആയിട്ടുള്ളതാണ് അല്ലെ? അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്സ് അലൗസ് ദ നോർമൽ എഫിഷ്യൻസി. അടുത്ത നോക്കിയ സ്റ്റേറ്റ്മെന്റ് 3 എന്താണ്? ട്രൂ ആയിട്ടുള്ളതാണ്. എന്താണ്? വോളിയം എന്താണ്? തേർഡ് വൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് arises ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ പ്രൊഡക്ഷൻ അവേഴ്സ്. ശരിയായിട്ടുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് 4 തെറ്റാണ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റിംഗ് ഈസ് മോർ ഫ്ലെക്സിബിൾ അല്ലെ? ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പൊ നമ്മളുടെ സി സിയില് നെറ്റ് മാനേജ്മെന്റിനുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പൊ നമ്മളുടെ 30 ഡേയ്സിന്റെ ബാച്ച്, ക്രാഷ് ബാച്ച് ഉണ്ട്. ഉടൻ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഏരിയ പഠിക്കുകയും ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം MCQs ഡിസ്കസ് ചെയ്തും അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ഇയറുകളിലെ ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്തും PDF മെറ്റീരിയൽസിലൂടെയും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഒക്കെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനുകളും മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ
എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീക്കിലി എക്സാമുകളും ഒക്കെ കണ്ടക്ട് ചെയ്താണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് കിട്ടും. കൃത്യമായിട്ട് ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട്, നെറ്റ് മാനേജ്മെൻറ്റ് നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. എന്താണ്? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫോർമുല. താഴെ തന്നേക്കുന്ന ഏത്, വളരെ സിമ്പിൾ ആണ്. ഏതാണ്? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ ഏതാ മക്കളെ? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇതൊക്കെ അറിയത്തില്ലാത്തവർ എന്താണ്, വളരെ പരിതാപകരമാണ് നിങ്ങളുടെ അവസ്ഥ. ഇതൊക്കെ എന്താണ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് പഠിക്കണം. അടുത്ത നോക്കിയ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈ ദ എന്താണ്, വേസ്റ്റേജ് ഓർ ഇൻഎഫിഷ്യൻസി ഇൻ ദി യൂസ് ഓഫ് മെറ്റീരിയൽ. അതായത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസിലൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താണ്, മെറ്റീരിയലിന്റെ ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ എന്താണ്, അതിന്റെ വേസ്റ്റേജ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. റീസൺ പറഞ്ഞേക്കാണ്, ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ആക്ച്വൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് എന്താണ്, ആക്ച്വൽ പ്രൈസ് എന്ത് ചെയ്യുകയാണ്, മൾട്ടിപ്ലൈ ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കൾ ഏത് ആൻസർ വരുന്നത്? ഏത് ആൻസർ വരുന്നത്? ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യുക. ഏതാണ്? ഓപ്ഷൻ സി ആണ്. അസേർഷൻ ട്രൂ ആണ്. റീസൺ എന്താണ്? ആ ഫോർമുല കറക്റ്റ് ആയിട്ടാണോ വന്നേക്കുന്നത്? അല്ല. ദ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഈസ് ഇന്റൻഡഡ് ടു ഡിറ്റക്ട് ദ ഇൻഎഫിഷ്യൻസി ഓർ വേസ്റ്റേജ് ഓഫ് എ മെറ്റീരിയൽ. ശരിയാണ്. ഹൗവർ ദ കറക്റ്റ് ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്നുള്ളതാണ്. അല്ലേ? നോട്ട് ആക്ച്വൽ പ്രൈസ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, കൃത്യമായിട്ട് പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സെറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ കോൺഫിഡൻസ് ലെവലിന് അനുസരിച്ചിരിക്കും. കൃത്യമായിട്ട് പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും. ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം MCQs എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. നെറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിന് നമ്മൾ കൊടുക്കുന്ന എഫേർട്ടാണ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ആ ഒരു സമയം മാക്സിമം എഫക്റ്റീവായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നെറ്റ് മാനേജ്മെന്റിനും നെറ്റ് കൊമേഴ്സിനും ഒക്കെ CCയിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ആ ക്ലാസ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ 30 days ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ആദ്യമേ കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.